what are the elements of different moral issues, what are the kinds of moral issues. So we are going to discuss about the reason behind these moral issues. There are three major reasons for these moral issues, or variety of moral issues can be classified into three groups. That is resource crunch, opportunity, and attitude. Today we are going to discuss about the reason for unethical behavior in an organization or in a society or in a company or something related to job owners or employers. So moral issues may be due to moral issues came into contact due to some unethical behavior of employers and employees. So what are the reasons for this unethical behavior? First reason, that resource crunch. What is resource crunch? Resource crunch means it arises due to pressure through time limits, availability of money or budgetary constraints, and technological decay. That is, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോറൽ ഇഷ്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോറൽ ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് ഒരു കമ്പനിക്കകത്ത് വരുന്നത്. നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് എത്തിക്സിനെ പറ്റിയായിരുന്നു. അതായത് എത്തിക്സ് എന്നുള്ള കാര്യം എഞ്ചിനീയറിംഗ് പേഴ്സ്പെക്റ്റീവിൽ ഡിസ്കസ് ചെയ്യാണ്. സോ മോറൽ ഇഷ്യൂ എന്ന് പറയുന്ന സംഭവം ഒരു എത്തിക്കൽ പാരാമീറ്റർ. ഇപ്പം നിങ്ങളൊക്കെ നാളെ എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ നിങ്ങളൊരു കമ്പനിയുടെ ഹെഡായിട്ടോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സെക്ടർ ഹെഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെ? ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്, അവിടെയാണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് എത്തിക്സ് വർക്ക്ഔട്ട് ആകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു കമ്പനിക്കകത്ത് നിങ്ങളൊരു ലീഡിങ് റോൾ പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മോറൽ ഇഷ്യൂസ് ഉണ്ട്. അതായത് നിങ്ങളുടെ എത്തിക്സ് പ്രയോഗിക്കേണ്ടുന്ന ചില പ്രോബ്ലംസ് അവിടെ അറൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസ്, ആ മോറൽ ഇഷ്യൂ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എംപ്ലോയറും എംപ്ലോയിയും, അതായത് ജോലിക്കാരും, അതായത് ജോലി ചെയ്യുന്ന എംപ്ലോയീസും അവരുടെ ഹയർ അതോറിറ്റീസും തമ്മിലുള്ള അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? മോറൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. അതായത് ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, നിങ്ങൾ എൻ്റെ അണ്ടറിൽ പണിയെടുക്കുന്ന ജോലിക്കാരാണ്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ കൊണ്ടാണ് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോറൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ റീസൺ ബിഹൈൻഡ് ദിസ് അൺഎത്തിക്കൽ ബിഹേവിയർ? എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ അൺഎത്തിക്കൽ ബിഹേവിയറിനുള്ള കാരണങ്ങൾ എന്താണ്? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് റിസോഴ്സ് ക്രഞ്ച്. എന്താണ് ഈ റിസോഴ്സ് ക്രഞ്ച് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത്? ഇറ്റ് അറൈസസ് ഡ്യൂ ടു പ്രഷർ ത്രൂ ടൈം ലിമിറ്റ്സ്, then availability of money or budgetary constraints and technology decay. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ജോലി അസൈൻ ചെയ്യുന്നു, ബട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സമയത്തെക്കാളും ചെറിയ സമയമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതായത് ആക്ച്വലി ആ ഒരു വർക്ക് നോർമലി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ദിവസം മുഴുവനായിട്ട് വേണം, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് 12 മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ വർക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ നിങ്ങളെ ടൈം ലിമിറ്റ് വെച്ചിട്ട് നിങ്ങളെ ഞാൻ പ്രഷർ ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്നോട് എന്തായാലും ഒരു ദേഷ്യം ഉണ്ടാവും, അല്ലെ? ഒരു ടുവേർഡ്സ് മീ ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒരിക്കലും നിങ്ങളെ കൊണ്ട് പോസിബിൾ അല്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളെ വല്ലാതെ ഈ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് പ്രഷർ ചെയ്യുന്നു. അതേപോലെ അവൈലബിലിറ്റി ഓഫ് മണി ആൻഡ് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്. അത് ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് പെർ ഡേ 1000 rupees വെച്ചിട്ടെങ്കിലും ഞാൻ തരണം. അത്രയ്ക്കും ഹെവി ടാസ്ക് ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുന്ന പൈസ എന്ന് പറയുന്നത് 600 അല്ലെ 500 രൂപയാണ്. കാരണം ഞാൻ പറഞ്ഞത് ഇത്രേ പൈസ ഉള്ളൂ, അവൈലബിലിറ്റി ഇത്രേ ഉള്ളൂ, അല്ലെ ബഡ്ജറ്റ്, ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിൽ ഇത്രേ ബഡ്ജറ്റ് ഉള്ളൂ എന്നുള്ള രീതിയിൽ പൈസ കൊണ്ടോ അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ടൈം കൊണ്ടോ ഞാൻ നിങ്ങളെ വല്ലാതെ പ്രഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്നോട് അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവില്ലേ? ദാറ്റ് ഈസ് ഫസ്റ്റ് റീസൺ ഫോർ അൺഎത്തിക്കൽ ബിഹേവിയർ ഇസ് റിസോഴ്സ് ക്രഞ്ച്. അതായത് റിസോഴ്സുകളുടെ ചുരുക്കം, മൊത്തത്തില് റിസോഴ്സുകളെല്ലാം കൂടി ചുരുങ്ങി പോകും, ടൈമില്ല, പൈസ ഇല്ല. അതേപോലെ ടെക്നോളജിക്കൽ ഡീകേ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ഇപ്പോഴും പഴയ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്.
അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം. ദെൻ പ്രഷർ ഫ്രം ദ ഗവൺമെന്റ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ഇൻ ടൈം. അത് കറക്റ്റ് ടൈമിനുള്ളിൽ ഇത് പണി തീർക്കണം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള പ്രഷർ. റിഡക്ഷൻ ഇൻ ദ ബഡ്ജറ്റ് ബിക്കോസ് ഓഫ് സഡൻ വാർ ഓർ നാച്ചുറൽ കലാമിറ്റി ആൻഡ് ഡീകേ ഡ്യൂ ടു ടെക്നോളജി ഇന്നോവേഷൻ ബൈ ദി കോമ്പറ്റീറ്റേഴ്സ് ലീഡ് ടു മാനിപ്പുലേഷൻ ആൻഡ് അൺഎത്തിക്കൽ എക്സിക്യൂഷൻ ഓഫ് പ്രോജക്ട്സ്. സോ ഒന്നാമത്തെ റീസൺ ഫോർ അൺഎത്തിക്കൽ ബിഹേവിയർ ഇസ് റിസോഴ്സ് ക്രഞ്ച്. അപ്പോൾ നമ്മളെ എല്ലാ റിസോഴ്സിലും നമുക്ക് എന്തുണ്ടാവും, ഒരു ചുരുക്കം ഉണ്ടാവുക. ടൈമിലും അവൈലബിലിറ്റി ഓഫ് മണിയിലും ബഡ്ജറ്റിലും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലൊക്കെ ഒരു നെഗറ്റീവ് അപ്രോച്ചിൽ ബിഹേവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയേഴ്സിനോടും ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ കീപ്പ് ചെയ്യല്ലേ. രണ്ടാമത്തെ റീസൺ ഫോർ അൺഎത്തിക്കൽ ബിഹേവിയർ, ഞാനും നിങ്ങളും തമ്മിലുള്ള ടേംസ് തെറ്റാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി. ഡബിൾ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയേഴ്സ് ടുവേർഡ്സ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക്. ഞാനാണ് എംപ്ലോയർ, നിങ്ങൾ എൻ്റെ എംപ്ലോയീസ് ആണ്. ഞാൻ നിങ്ങളോട് ഒരു ഡുവൽ ക്യാരക്ടർ കാണിക്കാം, നിങ്ങളടിക്കും പബ്ലിക്കിന്റെ അടിക്കും ഡുവൽ ക്യാരക്ടർ കാണിക്കുക. അതായത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആക്ട് ചെയ്യുകയാണ്, നിങ്ങളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ നിങ്ങളെ മുമ്പിൽ ആക്ട് ചെയ്യുന്നു. ബട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. അതായത് എപ്പോഴും നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. ബട്ട് നിങ്ങളെ ഞാൻ നന്നായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് നിങ്ങളെ മുമ്പിൽ ആക്ട് ചെയ്ത് ഒരു ഡബിൾ ബിഹേവിയർ. നിങ്ങളെ മുമ്പിൽ ഒരു ക്യാരക്ടറും അതേപോലെ മാറിക്കഴിഞ്ഞാൽ മറ്റൊരു ക്യാരക്ടർ നമ്മൾ പറയില്ലേ, അവനൊരു ഡബിൾ അല്ലെങ്കിൽ ഒരു ഡ്യുവൽ പേഴ്സൺ ആണെന്ന് പറയില്ലേ. അതേപോലെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നന്നായിട്ട് ഡബിൾ ബിഹേവിയർ കാണിക്കുക. അതല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രൊജക്ടിങ് ദെയർ ഓൺ ഇൻട്രസ്റ്റ് മോർ ദാൻ ദാറ്റ് ഓഫ് എംപ്ലോയീസ്. അതായത് നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ എന്റെ കാര്യങ്ങളെ മാത്രം ഞാൻ പ്രൊജക്ട് ചെയ്ത് കാണിക്കാം. അതായത് എനിക്ക് പിന്നെ ഈ കമ്പനിയുടെ ഈ വർക്ക്, ഒരു പ്രൊജക്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് ഇത്ര സമയം കൊണ്ട് തീർക്കണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ലീവ് വേണ്ടി വരും, നിങ്ങൾക്ക് വേജസും ഇൻസെന്റീവ്സും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് വേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലീവൊക്കെ വേണ്ടി വരും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ നിങ്ങളെ പറ്റി, അതായത് എംപ്ലോയീസിനെ പറ്റി ഒരു രീതിയിലുള്ള അവരുടെ ആവശ്യങ്ങളും അവരുടെ ഓപ്പർച്യൂണിറ്റീസും മൈൻഡ് ചെയ്യാതെ എംപ്ലോയറിന്റെ കാര്യം മാത്രം പ്രൊജക്ട് ചെയ്യുക. സോ അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് എന്നോട് ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവും അല്ലെ. ദെൻ എംഫസിസ് ഓൺ റിസൾട്ട് ആൻഡ് ഗെയിൻസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എംപ്ലോയീസ്. ഒരു കമ്പനിക്കകത്ത് നല്ലത് വന്നാലും മോശം വന്നാലും ഒക്കെ ആരെ കുറ്റം പറയാ, അല്ലെങ്കിൽ ആരെ എംഫസൈസ് ചെയ്യാ ഒന്ന് പറയാ, എംപ്ലോയീസിനെ. അപ്പോൾ കമ്പനിക്ക് നല്ല നേട്ടം കിട്ടിയാലും ഞാൻ എംപ്ലോയീസിന്റെ കാരണം ഞാൻ നിങ്ങളെ പറയുന്നു, നിങ്ങൾ കാരണം ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ ഒരു നഷ്ടം വരുമ്പോഴും ഞാൻ അവിടെ പൂർണ്ണമായും എംപ്ലോയീസിനെ മാത്രം എംഫസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്നോട് അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവും അല്ലെ. Then management by objectives without focus on empowerment and improvement of infrastructure. കാലാകാലങ്ങളായിട്ട് ഒരേ റൂമിൽ തന്നെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുറെ വർഷമായി ഈ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്, ബട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിലും അവിടുത്തെ മറ്റ് ഫെസിലിറ്റീസിനൊന്നും ഒരു ഡെവലപ്മെന്റും വരുത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് വരും. കുറെ കൊല്ലം ഈ ബിൽഡിംഗ് ഇങ്ങനെ പൊളിഞ്ഞു വീഴാറായി, ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അവിടുത്തെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയറിന്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അൺഎത്തിക്കൽ ബിഹേവിയറും അറൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ദെൻ ആറ്റിറ്റ്യൂഡ്, മൂന്നാമത്തെ റീസൺ ഫോർ അൺഎത്തിക്കൽ ബിഹേവിയർ ദാറ്റ് ലീഡ്സ് ടു മോറൽ ഇഷ്യൂ, ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പുവർ ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ്, അതായത് നിങ്ങളൊക്കെ ജോലിക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള അല്ലെങ്കിൽ മോശം ആറ്റിറ്റ്യൂഡ് കാരണം അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവാം. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പുവർ ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ഉണ്ടാവുന്നത്? നിങ്ങൾ എംപ്ലോയീസും ഞാനൊരു എംപ്ലോയറും, ഞാനാണ് മുതലാളി, നിങ്ങൾ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും ആണെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പുവർ ആകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം? ഒന്ന് ലോ മൊറൽ ഓഫ് ദ എംപ്ലോയീസ് ഡ്യൂ ടു ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഡൗൺസൈസിങ്. ഒന്ന് നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിൽ തീരെ തൃപ്തിയില്ല, ജോലി ഭയങ്കര ജോലി, പക്ഷെ ആവശ്യത്തിന് സാലറി ഇല്ല അല്ലെങ്കിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല. അപ്പൊ നിങ്ങൾ പൂർണ്ണമായും ഡിസാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൊറൽ വാല്യൂസ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന മൊറൽ വാല്യൂ ഒക്കെ നശിക്കും. അങ്ങനെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പുവർ ആവാം. ദെൻ പുവർ വർക്കിംഗ് എൻവയോൺമെന്റ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയർ വളരെ മോശമാണ്. അത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പ്രാഥമിക സൗകര്യങ്ങളും ഞാൻ ഒരുക്കിയിട്ടില്ല. അങ്ങനെ വരുമ്പോഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും. ദെൻ ആബ്സെൻസ് ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് റിവാർഡ്സും അതേപോലെ ഇൻക്രിമെന്റ്സും ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. ദെൻ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇല്ലാതിരിക്കുക ഒരു കാര്യത്തിൽ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനും ചേഞ്ച് ഉണ്ടാക്കാം. സോ ഈ 3 കാരണങ്ങൾ കൊണ്ട്
ഒരു കമ്പനിക്കകത്ത് എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ എപ്പോഴും ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ അൺഎത്തിക്കൽ ബിഹേവിയർ കാരണമാണ് അവിടെ എന്തുണ്ടാകുന്നത്, മോറൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. മോറൽ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഇൻ എ ഓർഗനൈസേഷൻ ഓർ ഇൻ എ കമ്പനി. സോ ദ റീസൺ ബിഹൈൻഡ് ദി unethical behavior can be classified into three. First one, resource crunch. Second one, opportunity. And third one, attitude. I think it's clear. Clear ആണോ? Yes, sir. Okay. Then next topic is types of inquiries. Inquiries means investigation. Inquiry means investigation. So ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇത് കണക്റ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് പ്രോബ്ലംസിനെ പറ്റിയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞത് വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ നാളെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഏതോ ഒരു ഏരിയയിൽ ഒരു പ്രശ്നം വന്നു, ഒന്നെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാവാം, അല്ലെങ്കിൽ സേഫ്റ്റി സൈഡ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയീസിന്റെ പെർഫോമൻസിലാവാം. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം, അല്ലെ? നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു, ഇപ്പൊ സേഫ്റ്റി സൈഡിൽ ഒരു പ്രശ്നം വന്നു, വലിയൊരു പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നു, വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കാൻ പോകുന്നു, എന്റെ കമ്പനിക്കും ആ ഏരിയയിലുള്ള ജനങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ വലിയൊരു ആക്സിഡന്റ് നടക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ അവിടെ ക്രിയാത്മകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. നിങ്ങളാണ് അതിന്റെ ഉത്തരവാദികൾ, അല്ലെ? അപ്പൊ നിങ്ങൾ അവിടെ ഇടപെടുമ്പോൾ നിങ്ങൾ കുറെ രീതിയിൽ ചിന്തിക്കും, അല്ലെ? അന്വേഷണങ്ങൾ നടത്തും, ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ എൻക്വയറീസ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ. സോ എഞ്ചിനീയറിംഗ് എത്തിക്സ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു വാല്യൂസ്, മീനിങ്സ് ആൻഡ് ഫാക്ട്സ്. അതായത് നിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ എഞ്ചിനീയറിംഗ് എത്തിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് ഉള്ള ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അയാൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. എന്താ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത്? അയാൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, അയാളെ ബിടെക് ലൈഫിൽ അയാൾ പഠിച്ച കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ ഫാക്ട് എന്ന് പറയും. അതായത് നിങ്ങൾ പഠിച്ച വാല്യൂസ് ഉണ്ട്. ഇതേപോലെ ഹ്യൂമൻ വാല്യൂസ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞ 10-15ഓളം, കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞ 10-15ഓളം ഹ്യൂമൻ വാല്യൂസ്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന വാല്യൂസ്. സോ നിങ്ങൾ ഇത്രയും വർഷക്കാലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത നിങ്ങളുടെ ഹ്യൂമൻ വാല്യൂ, നിങ്ങൾ പഠിച്ച എഞ്ചിനീയറിംഗ് ഫാക്റ്റുകൾ, നിങ്ങൾ പഠിച്ച പല പ്രൊസീജിയറുകൾ, ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. നിങ്ങൾ റീകോൾ ചെയ്യാണ്. ഒരു പ്രശ്നം വന്നു, ഒരു ഹസാർഡ് നടക്കാൻ പോകുന്നു, ഒരു ആക്സിഡന്റ് നടക്കാൻ പോകുന്നു. അപ്പോൾ അതിനകത്ത് എങ്ങനെ ക്രിയാത്മകമായി ഇടപെടാം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തതും പഠിച്ചതും നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ കുടിയിരുത്തിയതുമായ കുറെ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അല്ലെ? ദാറ്റ് ഈസ് ഹിയർ എൻക്വയറി മീൻസ് ഇൻവെസ്റ്റിഗേഷൻ. So engineering ethics involves investigation of values, then meanings or facts. Okay, so there are three types of inquiries in solving ethical problem. അപ്പൊ നമുക്കൊരു എത്തിക്കൽ പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ ഒരു മോറൽ ഇഷ്യൂ വന്നാൽ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് 3 രീതിയിലാണ്. ആ 3 രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് നോർമേറ്റീവ് എൻക്വയറി. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. Types of inquiry. What is mean by inquiry എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ purely inquiry means investigation. So engineering ethics involves investigation of values, meanings and facts. Values means human values. Meanings means the problems, reason behind the problem. Then facts means what the engineering perspective called for that problem, or what's the engineering perspective reason, engineering perspective solution for that particular problem. So types of inquiry, first one is normative inquiry. Normative inquiry refers to the description that describes what one ought to do under a specific circumstance. Normative inquiry എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്, it refers to the description that describes what one ought to do under a specific circumstance. This includes the responsibility of engineers to protect the public safety and how they should respond in such dangerous practices. This is the ideal response which might differ from what one believes to be right or wrong. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയിലെ എഞ്ചിനീയർ ആണ്, നിങ്ങളും അതേ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു എഞ്ചിനീയർ ആണ്.
നമ്മളുടെ രണ്ടാളുടെ മുമ്പിലും ഒരു കോമൺ സർക്കംസ്റ്റൻസ് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ കമ്പനിയിനകത്ത് വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും അല്ലെ. ഞാൻ ഇത്രയും നാള് വളർന്നു വന്ന സാഹചര്യങ്ങളും ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് ഫാക്ടുകളും ഞാൻ പ്രാക്ടീസ് ചെയ്ത എന്റെ ഹ്യൂമൻ വാല്യൂസിനൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്ത് ചെയ്യാനായിരിക്കും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെയുള്ള എംപ്ലോയീസിനെയും അവിടെയുള്ള ചുറ്റുഭാഗത്തുള്ള ജനവിഭാഗങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് അവിടുന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സ്ഥലം മാറ്റുക എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും അറിയോ? നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ആക്സിഡന്റ് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട്, ആക്സിഡന്റ് സംഭവിക്കുന്നതിനെ എങ്ങനെ ഓപ്പോസ് ചെയ്യാം, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും തമ്മിൽ എൻ്റെ ഡിഫറെന്റ് ആണ്. രണ്ടാളുടെയും പേഴ്സ്പെക്റ്റീവ് മാറ്റാണ് അല്ലെ. സോ അത് തന്നെയാണ് നോർമേറ്റീവ് എൻക്വയറി. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, സ്പെസിഫിക് സർക്കംസ്റ്റൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷനെയാണ് നോർമേറ്റീവ് എൻക്വയറി. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ആക്സിഡന്റ് നടക്കാതിരിക്കുക എന്നുള്ളതിനല്ല, ആക്സിഡന്റ് നടക്കുന്നതിൽ നിന്നും ആരെയൊക്കെ സേവ് ചെയ്യുക, അവിടെയുള്ള എംപ്ലോയീസിനെയും അവിടെയുള്ള ജനങ്ങളെയൊക്കെ സേവ് ചെയ്യുക എന്നുള്ളത്. സോ ഞാൻ ആ ഒരു തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുന്നു. ബട്ട് അതേ പൊസിഷനിൽ ഇരിക്കുന്ന മറ്റൊരു എഞ്ചിനീയർ ആണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ തീരുമാനിച്ചത് എന്താ? ജനങ്ങളെ ഒന്നും മാറ്റേണ്ടതില്ല, ഈ ആക്സിഡന്റ് നടക്കുന്നതേ ഇല്ലാതാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഓപ്പോസിറ്റ് മെഷേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കുന്നത്? വേറൊരാൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാം, ഞാൻ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം. സോ അയാളുടെ ലൈഫിൽ അയാൾ പ്രാക്ടീസ് ചെയ്തത് അങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയാണ്. സോ എന്താണ് ഒരു സ്പെസിഫിക് സർക്കംസ്റ്റൻസിൽ ഒരാള് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും? ദാറ്റ് ഈസ് നോർമേറ്റീവ് എൻക്വയറി. അപ്പൊ ആ ഒരു ജസ്റ്റ് ഒരു മൈക്രോ മിനിറ്റിനകത്ത്, സെക്കൻഡിനകത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്. നമ്മളെ മനസ്സിനകത്ത് ഇങ്ങനെ ഓടിക്കും അല്ലെ, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ദാറ്റ് ഈസ് നോർമേറ്റീവ് എൻക്വയറി. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. നോർമേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ വേർഡ് മീനിങ് മാനദണ്ഡം എന്നൊക്കെ പറയും. അപ്പോ മാനദണ്ഡ അന്വേഷണം, അതായത് നമ്മൾ ഇത്രയും നാള് പ്രാക്ടീസ് ചെയ്ത പല മാനദണ്ഡങ്ങളെ, നമ്മൾ പല കാര്യങ്ങളെയും മാനദണ്ഡമാക്കിയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിലേക്ക് എത്തുന്ന എൻക്വയറി, ദാറ്റ് ഈസ് നോർമേറ്റീവ് എൻക്വയറി. ഇത് എല്ലാവരുടെയും പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. Then next one is conceptual inquiry. Conceptual inquiry. What is conceptual inquiry? It refers to the description of the meaning of concepts, principles and issues related to engineering ethics. ഇത് നമ്മൾ സെൽഫിഷ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളല്ല. പകരം എന്താണ്, ഇവിടെ ചില കൺസെപ്റ്റുകളുടെയും ചില പ്രിൻസിപ്പിൾസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മീനിങ് ഓഫ് കൺസെപ്റ്റ്സ്. അപ്പോൾ ഒരു സേഫ്റ്റി സൈഡിൽ തന്നെ ഒരു പ്രശ്നം വന്നു, നമ്മളിപ്പം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ ഈ സേഫ്റ്റി സൈഡിലെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ പ്രിൻസിപ്പിൾസും കുറെ കൺസെപ്റ്റ്സും നമ്മളെ തിയറി പഠിക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലൈഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ വേണം, ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് തുടങ്ങിയ കുറെ കൺസെപ്റ്റുകളും കുറെ പ്രിൻസിപ്പിളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ ഒരു സേഫ്റ്റി പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ സേഫ്റ്റി ആസ്പെക്റ്റിൽ നമ്മൾ ഒരുപാട് എന്താ പറയാ പേഴ്സണൽ പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെന്റ്സ് നമ്മൾ എടുക്കണം. അതായത് ഗ്ലൗസ്, പിന്നെ ഹെൽമെറ്റ്സ്, അതേപോലെ ഈ സേഫ്റ്റി വെയേഴ്സ്, അതേപോലെ തീയൊക്കെ ആണെങ്കിൽ അതിനെ അണക്കാനുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ്, അതേപോലെ ഫയർ പോയിന്റ്, അങ്ങനെ കുറെ തിയറീസും കുറെ പ്രിൻസിപ്പിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസിന്റെയും കൺസെപ്റ്റ്സിന്റെ ഒക്കെ ബേസിൽ നമ്മൾ എൻക്വയറി നടത്തുകയാണ്. ദാറ്റ് ഈസ് കൺസെപ്ച്വൽ എൻക്വയറി. സോ ഇറ്റ് ഈസ് റിഫേഴ്സ് ടു ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് മീനിങ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് എത്തിക്സ്. The ethics that an engineer should possess to protect the safety, health and welfare of the public are described under conceptual inquiry. It describes what safety is and mentions the marginal issues of safety along with the precautions an engineer should take to avoid risk. നമ്മളിപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസിന്റെയും കൺസെപ്റ്റ്സിന്റെ ഒക്കെ ബേസിൽ നമ്മൾ തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡിൽ നമ്മളൊരു എൻക്വയറി നടത്തുകയാണ്. Conceptual inquiry. Okay. Then last one is a factual or descriptive inquiry.
എന്താണ് ഫാക്ച്വൽ എൻക്വയറി, എന്താണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറി? രണ്ട് പേരിൽ അറിയപ്പെടും, ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ്. ഇറ്റ് ഈസ് എയിം ടു ഒബ്റ്റെയിൻ ഫാക്ട്സ് നീഡഡ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റിസോൾവിംഗ് വാല്യൂ ബേസ്ഡ് ഇഷ്യൂസ്. ദ എഞ്ചിനീയർ ഹാസ് ടു കണ്ടക്ട് ഫാക്ച്വൽ എൻക്വയറീസ് ബൈ യൂസിംഗ് സയന്റിഫിക് ടെക്നിക്സ്. ഇതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ്റ്റി സൈഡിൽ ഒരു പ്രശ്നം, വലിയൊരു ആക്സിഡന്റ് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നടന്ന് കഴിഞ്ഞു, അങ്ങനെ വിചാരിക്കാം, നമുക്ക് അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു. അപ്പൊ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല മെത്തേഡുകൾ ഉണ്ടാവും. മാത്തമെറ്റിക്കൽ മെത്തേഡുകൾ ഉണ്ടാവാം, സയന്റിഫിക് മെത്തേഡുകൾ ഉണ്ടാവാം, ടെക്നോളജിക്കൽ മെത്തേഡുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഫാക്റ്റുകൾ, അതിനെയാണ് നമ്മൾ ഫാക്റ്റുകൾ എന്ന് പറയുന്നത്. ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഫാക്റ്റുകൾ അത് പല രീതിയിലാവാം. സയന്റിഫിക് മെത്തേഡ് ആവാം, മാത്തമെറ്റിക്കൽ മെത്തേഡുകളാവാം. അതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെ. നമ്മൾ പഠിച്ച പല മെത്തേഡുകൾ, ഫാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ, ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഫേസ് ചെയ്യാണ്. സോ ദ എഞ്ചിനീയർ ഹാസ് ടു കണ്ടക്ട് ഫാക്ച്വൽ എൻക്വയറീസ് ബൈ യൂസിങ് സയന്റിഫിക് ടെക്നിക്സ് ഓർ മാത്തമെറ്റിക്കൽ ടെക്നിക്സ് ഓർ ടെക്നോളജിക്കൽ മെത്തേഡ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നം നടന്നു, ആ പ്രശ്നവുമായി ബന്ധപ്പെടുന്ന കുറെ ഫാക്റ്റുകൾ നമ്മൾ ശേഖരിക്കുകയാണ്. സോ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഓർ മാത്തമെറ്റിക്കൽ സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൊല്യൂഷൻ, അതിലേക്ക് നമ്മൾ എൻക്വയറി നടത്തുകയാണ്. ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതിനാണ് നമ്മൾ ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് എൻക്വയറി ക്ലിയർ ആണോ? ഹലോ. ഓക്കെ, സോ എൻക്വയറി മീൻസ് ഇൻവെസ്റ്റിഗേഷൻ. സോ എഞ്ചിനീയറിംഗ് എത്തിക്സിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ എഞ്ചിനീയറിംഗ് എത്തിക്സിൽ എന്തുണ്ടാവും? ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു മോറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു എൻക്വയറി നടത്തും, ഇൻവെസ്റ്റിഗേഷൻ നടത്തും. എന്തിലേക്കാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക? ഒന്ന് നമ്മുടെ ഹ്യൂമൻ വാല്യൂയിലേക്കാണ്, മറ്റൊന്ന് നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസിലേക്കാണ്, മറ്റൊന്ന് നമ്മുടെ കയ്യിലുള്ള ഫാക്റ്റുകളിലേക്കാണ്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 3 എൻക്വയറീസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നോർമേറ്റീവ് എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ആളുടെയും പേഴ്സ്പെക്റ്റീവിലുള്ള ചിന്തകളാണ്, അല്ലെ? സോ അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ, ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസിൽ അയാൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? നോർമേറ്റീവ് എൻക്വയറി. ദെൻ കൺസെപ്ച്വൽ എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻക്വയറി നടത്തുക. ദെൻ ഫാക്ച്വൽ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സയന്റിഫിക് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള എൻക്വയറി. ദെൻ അടുത്ത വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, മോറൽ ഡിലേമാസ്. ഇതും നിങ്ങളുടെ സിലബസിലെ ടേം ആണ്, മോറൽ ഡിലേമ. എന്താ ഡിലേമാസ് എന്ന് വെച്ചാൽ? അങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡിലേമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. അത് നമുക്ക് സംശയങ്ങൾ, അല്ലെ കൺഫ്യൂസ്ഡ് ആവുക എന്ന് പറയില്ല നമ്മൾ. എപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക? ഇപ്പോ നിങ്ങളിപ്പോ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോകും, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അല്ലേ? ഷർട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ പോയി, എപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരിക? ഷർട്ട് എടുക്കാൻ പോയി, എനിക്ക് ഞാൻ പറയാം മൊത്തം കൺഫ്യൂഷൻ ആയി. എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നുണ്ടാവുക? നിങ്ങൾ എടുക്കാൻ പോയ കടയിൽ ഒരൊറ്റ മോഡൽ ഷർട്ടേ ഉള്ളൂങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുമോ? ഉണ്ടാവോ? ഇല്ല സാർ, ഇല്ല. അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡലുകൾ ഒരുപാട് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവും? കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെ? സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയാൻ പോകുന്നത്. മോറൽ ഡിലേമാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു എല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എൻക്വയറീസിനെ പറ്റി പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നിങ്ങളുടെ മുമ്പിൽ വരും. ഒന്നിക്ക് അങ്ങനെ ചെയ്യാം, അല്ലെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ 2 or more കോംപ്ലക്സ് ആറ്റിറ്റ്യൂഡ്, അല്ലെ കോംപ്ലക്സ് സൊല്യൂഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ കൺഫ്യൂസ്ഡ് ആവും, അല്ലെ? ആ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിലേമ എന്ന് പറയാം. സോ മോറൽ ഡിലേമാസ് മീൻസ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക്
ഒരു തീരുമാനം എടുക്കുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ വരുമ്പോൾ അവിടെ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനെയാണ് മോറൽ ഡിലേമാസ് എന്ന് പറയുന്നത്. സോ 3 sorts of complexity may be involved when we try to solve a moral issue or moral situation. അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം, ഒരു മോറൽ ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകുമ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഇല്ലേ, അതിനെയാണ് നമ്മൾ മോറൽ ഡിലീമ എന്ന് പറയുന്നത്. സോ ഈ ടേം ഒന്നും കേട്ട് പേടിച്ചു പോകുന്നു വേണ്ട. മോറൽ ഡിലീമ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൺഫ്യൂഷൻ ആകുന്നതിനാണ് ഡിലീമ സ്റ്റേജ് എന്ന് പറയാം. സോ മോറൽ ഡിലീമ അല്ലെങ്കിൽ ഒരു മോറൽ ഇഷ്യൂ പ്രോബ്ലം, മോറൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ 3 രീതിയിലുള്ള കൺഫ്യൂഷൻ വരാനാണ് സാധ്യത. ഓക്കെ, ഇതൊക്കെ ഓർമ്മ വേണേ. നമ്മൾ എൻക്വയറി 3 ടൈപ്പ് പറഞ്ഞു. ഏതൊക്കെയാ ഇൻക്വയറീസ്? 3 types ഓഫ് ഇൻക്വയറീസ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. പറഞ്ഞേ. ആകാശ്, ഏതൊക്കെയാ ടൈപ്സ് ഓഫ് ഇൻക്വയറീസ്? ആകാശേ, നോർമാലിറ്റി എൻക്വയറി, പിന്നെ കൺസെപ്ച്വൽ, ഡിസ്ക്രിപ്റ്റീവ് ഓർ ഫാക്ച്വൽ ഇൻക്വയറി അല്ലേ. സോ നമ്മൾ അടുത്ത പറയുന്നത് ഡിലീമാസ് ആണ്. ഡിലീമാസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അല്ലെ. സോ 3 രീതിയിലാണ് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് കൺഫ്യൂഷൻസ് ആണ് നമ്മുടെ മുമ്പിൽ അറൈസ് ചെയ്യാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു എഞ്ചിനീയർ എന്നുള്ള നിലക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 3 രീതിയിലുള്ള കൺഫ്യൂഷൻ ആണ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. ഒന്ന് പ്രോബ്ലം ഓഫ് വേഗ്നെസ്, പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺസ്, ദെൻ പ്രോബ്ലം ഓഫ് ഡിസ്അഗ്രിമെന്റ്. ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഫസ്റ്റ് വൺ, പ്രോബ്ലം ഓഫ് വേഗ്നെസ്. എന്താ വേഗ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ആക്ച്വലി ഈ ഒരു ടേമിന്റെ അർത്ഥം, ഒരു ഇൻഡയറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. പ്രോബ്ലം ഡ്യൂ ടു ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. It may be unclear to individual as to which if any moral principle apply to their situation. അതായത് ഞാൻ എംപ്ലോയറും നിങ്ങൾ എൻ്റെ എംപ്ലോയീസുമാണ്. ഞാൻ ജോലി നൽകുന്ന കമ്പനീന്റെ മുതലാളിയും നിങ്ങൾ എൻ്റെ എംപ്ലോയീസുമാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലാതിരിക്കുമ്പോൾ അവിടെ കോംപ്ലക്സിറ്റി ഓഫ് കൺഫ്യൂഷൻ എന്നുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെ. ഇത് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു, ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ ഒരു ബാരിയർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ചിന്തിക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവിടെ ഒരു കോംപ്ലക്സിറ്റി ഓഫ് ഈ പറയുന്ന കൺഫ്യൂഷൻ ഉള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെ. സോ പ്രോബ്ലം ഓഫ് വേഗ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഡ്യൂ ടു അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ടേം കണ്ടിട്ട് പേടിക്കേണ്ട. വേഗ്നെസ് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രോപ്പർ അല്ലെങ്കിൽ അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ പ്രോബ്ലം ഡ്യൂ ടു അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവാം, ഒരുപാട് ഒന്നിലധികം മോറൽ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ വരാം. അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കുന്നത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലാവാം. അപ്പൊ അവിടെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് വരാം. ഞാൻ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വരാം. അവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺ. ഇറ്റ് മേ ബി പെർഫെക്റ്റ്ലി ക്ലിയർ as which moral principle apply to one's situation, but the difficulty might be that 2 or more clearly applicable moral principle come into conflict. അത് ഞാനും നിങ്ങളും അടക്കം 15 ആളുകളെന്ന് വെച്ചു. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്.
നമ്മൾ 15 എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ നമ്മൾ 15 ആളും ഒരു സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് ആണ്. ഓക്കെ, അപ്പോ 15 ആൾക്കാരും അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കമ്പനിയിൽ സേഫ്റ്റി സൈഡിൽ വലിയൊരു പ്രശ്നം, നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു എക്സ്പ്ലോഷൻ, ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത വന്നു. അപ്പൊ 15 ആളും ആ സമയം ചിന്തിക്കുകയാണ്, എന്താണ് ഇതിനിപ്പോ ഓവർകം ചെയ്യാനുള്ള വഴി, ഈ ഒരു മോറൽ ഇഷ്യൂവിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഓവർകം ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്. അപ്പം നമുക്ക് 15 ആൾക്കും 15 സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. നമ്മൾ ചിന്തിക്കും, ഓരോരുത്തരും ചിന്തിക്കും. നമ്മൾ നേരത്തെ എൻക്വയറി പറഞ്ഞപ്പോൾ പറഞ്ഞ രീതിയിൽ നോർമേറ്റീവ് എൻക്വയറിയും കൺസെപ്ച്വൽ എൻക്വയറിയും ഫാക്ച്വൽ എൻക്വയറി ഒക്കെ വെച്ചിട്ട് 15 ആളും 15 സൊല്യൂഷൻ കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് ഈ 15 സൊല്യൂഷൻ നിങ്ങളുടെ ചീഫിനെ, സുപ്പീരിയറിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ ഒന്നാമത്തെ വായിച്ചപ്പോൾ നല്ല സൊല്യൂഷൻ, അപ്പൊ അയാൾ വിചാരിക്കുന്നു എന്നാ ഇത് തന്നെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ആളുടെ നോക്കുന്നത്. അപ്പൊ അയാൾക്ക് തോന്നി ദിസ് ഈസ് മച്ച് ബെറ്റർ ദാൻ ഫസ്റ്റ് വൺ. ദെൻ തേർഡ് വായിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. അങ്ങനെ 15 ബെറ്റർ ആണെന്ന് തോന്നുന്നു അയാൾക്ക്. അപ്പൊ 2 or more ക്ലിയർലി ആപ്ലിക്കബിൾ മോറൽ പ്രിൻസിപ്പിൾസ് വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അല്ലെ. മനസ്സിലായില്ലേ? അത് പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺ അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റി എഴുതാം. കോൺഫ്ലിക്റ്റിംഗ് സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിന് 2 or more ക്ലിയർലി ആപ്ലിക്കബിൾ മോറൽ പ്രിൻസിപ്പിൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്. അപ്പൊ നിങ്ങൾ 15 ആളും 15 സൊല്യൂഷൻ നിങ്ങളുടെ ചീഫിന് കൊടുത്തു. സ്വാഭാവികമായിട്ടും ആ ചീഫ് ഈ 15 എണ്ണം വായിച്ചു കഴിഞ്ഞാൽ അയാൾ എല്ലാം അടിപൊളിയായിട്ട് തോന്നുകയാണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണെന്ന് തോന്നുകയാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനിലിടും. ദാറ്റ് ഈസ് പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺ, സെക്കൻഡ് ടൈപ്പ് ഓഫ് മോറൽ ഡിലേമ. ക്ലിയർ ആണോ? ഓക്കെ, മൂന്നാമത്തെ സാധ്യത എന്തുകൊണ്ടാണ് മോറൽ ഡിലേമ വരാനുള്ള മറ്റൊരു സാധ്യത? പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെന്റ്. Reasonable and responsible individuals and groups may disagree about how to interpret, apply and balance moral values in particular situation. അത് ഞാൻ ഒന്നിനോട് എന്ത് ചെയ്യില്ല, അഗ്രി ചെയ്യില്ല. അപ്പോ ഞാനിപ്പോ നിങ്ങളുടെ ചീഫ്, നിങ്ങൾ 15 ആള് വർക്ക് ചെയ്യുന്നവരാണ്. 15 ആളും നേരത്തെ പോലെ 15 സൊല്യൂഷനൊക്കെ തന്നു. പക്ഷെ ഞാൻ ഒന്നിനോടും അഗ്രി ചെയ്യുന്നില്ല. ഞാൻ എന്റെ കാഴ്ചപ്പാടും മാത്രമാണ് ശരി, അല്ലെ ഞാൻ ആരോടും എന്ത് ചെയ്യില്ല, അഗ്രി ചെയ്യില്ല, ആരുമായിട്ടും ഒത്തുപോകുന്നില്ല. അപ്പൊ എന്റേത് മാത്രമാണ് എനിക്ക് ശരി, അല്ലെ ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത ഉണ്ട്. അതായത് അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രം, മറ്റുള്ളതൊന്നും എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവല്ലോ. സോ ആ ഒരു ഡിസഗ്രിമെന്റ് കാരണവും അവിടെ എന്തുണ്ടാവാം, മോറൽ ഡിലേമാസ് ഉണ്ടാവാം. സോ റീസണബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് മേ ഡിസഗ്രി അബൌട്ട് ഹൗ ടു ഇന്റർപ്രറ്റ് ഓർ അപ്ലൈ ആൻഡ് ബാലൻസ് ദി മോറൽ വാല്യൂസ്. എങ്ങനെയാണ് ഒരു മോറൽ വാല്യൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലെ ഒരു മോറൽ വാല്യൂവിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഒരു തരത്തിലും അഗ്രി ചെയ്യാതിരിക്കുക, ഡിസഗ്രി ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് മോറൽ ഡിലേമ ഡ്യൂ ടു പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെന്റ്. സോ ദീസ് ആർ ദി കൈൻഡ്സ് ഓഫ് മോറൽ ഡിലേമാസ്. വാട്ട് ഈസ് മോറൽ ഡിലേമ? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അല്ലെ. 2 or more ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളുടെ മൈൻഡിനകത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ സ്റ്റേജിനാണ് നമ്മൾ ഡിലേമ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ 3 രീതിയിലാണ് മോറൽ ഡിലേമ ഉണ്ടാവാനുള്ള സാധ്യത. ഒന്ന് പ്രോബ്ലം ഓഫ് അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം ഡ്യൂ ടു അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് സൊല്യൂഷൻസ് ഓർ റീസൺസ്, ദെൻ പ്രോബ്ലം ഓഫ് ഡിസ്അഗ്രിമെന്റ്. ഓക്കെ, അപ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സമയമായിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് ലേറ്റ് ആയി വന്നവരുണ്ട്, അറ്റൻഡൻസ് ഒന്ന് വന്ന് വെയിറ്റ് ഞാൻ വിളിക്കാം. റോൾ നമ്പർ 1.